ശക്തമായ കാറ്റിലും മഴയിലും അങ്ങയുടെ വീട് തകർന്നുവല്ലേ, 2 മക്കളും മരിച്ചുപോയല്ലേ. അപ്പൊ നബി പറഞ്ഞില്ല ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുത്തഖീങ്ങളുടെ മുദ്രാവാക്യമാണതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു. തഖ്വയുള്ള മനുഷ്യന്മാരുടെ മുദ്രാവാക്യം ഏതാണ്? നഷ്ടങ്ങൾ സംഭവിക്കും അല്ലാഹുവിലേക്ക് സമർപ്പിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മുത്തഖീങ്ങൾക്ക് മാത്രമുള്ള ഒരു മുദ്രാവാക്യം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അത് പെട്ടെന്ന് പറയാൻ പറ്റും. അല്ലാഹുവിലേക്ക് സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരാണ് പെട്ടെന്ന് അത് മറുപടി പറയാ. ഒരുത്തൻ ഈമാനുണ്ടോന്ന് അവന് തന്നെ പരിശോധിക്കാമെന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സല്ലല്ലാഹു. എങ്ങനെയെന്ന് അറിയും? അതൊരു വല്ലാത്ത സംഭവം. റസൂലുള്ളാഹി പറഞ്ഞു ഒരാൾക്ക് അവന് തന്നെ ഈമാനുണ്ടോ എന്ന് പരിശോധിക്കാം. എങ്ങനെ? അവന്റെ മുന്നിൽ ഒരു നല്ല കാര്യം ഒരാൾ അവതരിപ്പിച്ചു, ഒരു നല്ല കാര്യം പറഞ്ഞു, അത് അപ്പടി അവൻ സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ ഈമാനുണ്ടെന്ന് അവന് തന്നെ ഉറപ്പിക്കാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാന് പകരം വെക്കാൻ അണ്ടകടാകത്തിൽ മറ്റൊരു ഈമാനില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? റസൂലുള്ളാഹി മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഖുറൈശികൾ കളിയാക്കി, ഇങ്ങനെ സെക്കൻഡ് വെച്ചിട്ട് 7 ആകാശവും കടന്ന് തിരിച്ചു വന്നല്ലോ, 1000 കാതങ്ങൾക്ക് അപ്പുറത്തുള്ള ബൈത്തുൽ മുഖദ്ദസ് താണ്ടിയിട്ട് വന്നല്ലോ. അബൂബക്കർ സിദ്ദീഖിനോട് പോയിട്ട് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ പറയുന്നുണ്ട് അബൂബക്കറെ നിന്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിച്ചു, ഞാനത് അംഗീകരിച്ചു, ഞാനത് വിശ്വസിച്ചു, ഞാനത് സംഭവം വിശ്വസിച്ചിരിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ്. റസൂലുള്ള പോലും അബൂബക്കർ സിദ്ദീഖ് ആദ്യം പറഞ്ഞില്ല, കണ്ടിട്ടില്ല. അതിന് മുമ്പ് വേറെ ആൾ പോയിട്ട് പറഞ്ഞത് റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ ആമൻതു, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. അതാണ് ഒരു നല്ല കാര്യം ഒരു മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് അവനത് അപ്പടി സ്വീകരിക്കുന്നെങ്കിൽ അവൻ ഈമാൻ ഉണ്ടെന്ന് അവന് തന്നെ കണക്ക് കൂട്ടാം എന്ന്